ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. ഞാനിന്നിവിടെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മീഷോയിൽ നിന്നും വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണിത്. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണം. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോപ്പ് സെറ്റാണിത്. ഇതിന് മീഷോയിൽ 504 രൂപയാണ് വില. ഇത് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇതിലെന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് ഒരു ബക്കറ്റുണ്ട്. അത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ബക്കറ്റാണ്. ഈ മോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്പിന്നിങ് മോപ്പ് ആയതുകൊണ്ട് തറ തുടച്ചാൽ നന്നായിട്ട് വൃത്തിയാകും. അതുപോലെ നമ്മുടെ കൈ കൊണ്ട് പിഴിയൊന്നും വേണ്ടാത്തത് കൊണ്ട് വളരെ നല്ലതാണിത്. ഇനി ഈ മോപ്പെന്ന് പറയുന്നത് ഇത് മൈക്രോ ഫൈബറാണ്. അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ആകും. അതുപോലെ തന്നെ അതിന് കണ്ടോ വേറൊരു റീഫില്ലും കൂടെ എക്സ്ട്രാ ഉണ്ട് ഇതിനകത്ത്. ഉപയോഗിക്കുന്ന മോപ്പ് ചീത്തയായി കഴിയുമ്പോഴേ ഇത് ഈ റീഫിൽ നമുക്ക് മാറ്റിയിടാൻ പറ്റും. ഇനി ഇതിനകത്ത് മോപ്പ് സ്റ്റിക്കാണുള്ളത്. ഇനി ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ മോപ്പ് സ്റ്റിക്കിൽ ഈ മോപ്പ് ആയിട്ട് എങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. മോപ്പ് സ്റ്റിക്ക് 2 പീസായിട്ടാണുള്ളത്. ആദ്യമേ ഈ ഒരു പീസ് ഇങ്ങനെ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഉണ്ടോ? അത്രേ ഉള്ളൂ. അതങ്ങനെ കയറ്റി ഇനിയും ആ മോപ്പ് എടുത്ത് ഉണ്ടോ മോപ്പിൻ്റെ ആ ഭാഗത്തൂടെ അവിടും അങ്ങനെയൊന്ന് കയറ്റി ഒന്ന് ഫിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. മോപ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബക്കറ്റിൽ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് കണ്ടോ ഇങ്ങനെയൊന്ന് സ്പിൻ ചെയ്യുക. അപ്പോഴേ അതേ വെള്ളം പിടിക്കും. ഇനി ഈ ഡ്രയറിലോട്ട് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ അതൊന്ന് സ്പിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇനി നമുക്ക് ഇത് വെച്ച് തറയങ്ങ് തുടച്ചെടുത്തേച്ചാൽ മതി. തുടയ്ക്കാൻ നേരം ഈ ഒരു ലോക്ക് കൂടി ഇട്ടിട്ട് വേണം തുടയ്ക്കാനായിട്ട്. ഇനി നമുക്ക് തറ തുടച്ചേച്ചാൽ മതി. വൃത്തിയായിട്ട് തുടയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മോപ്പ്. ഇത് വളരെ നല്ലൊരു മോപ്പാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ ബൈ.